ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് അഗൈൻ. അപ്പോൾ ആർക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ ഈ കേവിൻ്റെ ഇവിടെ വെച്ചാൽ നിർത്തിയത്. കേവ് റൺ ചെയ്യണമായിരുന്നു. അപ്പോൾ നമ്മുടെ ട്രൈക്കിൻ്റെ പുറത്താണ് നമ്മൾ വന്നത് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് നേരെ ഇവിടെ ഒരു ഏരിയ ഉണ്ട്, ഒരു മെറ്റലൊക്കെ ഉള്ള ഒരു ഏരിയ ഉണ്ട്, അങ്ങോട്ടേക്ക് പോകണം നമുക്ക്. അപ്പോൾ ലെറ്റ്സ് ഗോ, നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാം. ഗൈസ്, അപ്പോൾ ഞാൻ ഇവിടെ പെട്ടിരിക്കുകയാണ് കേട്ടോ. ഒന്നും കാണലൊന്നും ഇല്ല, ഇത് വഴിയൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ എന്തായാലും നമ്മുടെ അതെന്ത് സാധനം, പണി കിട്ടി കേട്ടോ. ആ സാധനം കുറച്ച് ഡേഞ്ചറാണ്. ഒരു കുത്തുന്നൊരു ജീവി ഉണ്ടായിരുന്നു, ഞാൻ അത് നൈസായിട്ട് കയറി അടിച്ച്. ഒരു ചെറിയൊരു ജീവിമാർ ഭയങ്കര സീന, അത് പോയി തോന്നുന്നു കേട്ടോ. ഭാഗ്യം. ഓക്കെ, അത് പോയിട്ടുണ്ട്. ഞാനെന്താ ഇത് മറ്റേ സാധനം എന്താണ്, മറ്റേ മുട്ടയൊക്കെ എന്തോ ഇതാക്കുന്ന എന്തൊക്കെ ഒരു ജീവിയാണത്. ഒവീറാപ്റ്റർ അങ്ങനെ എന്താണ്ട് അതിൻ്റെ പേര്. ഓക്കെ, നമ്മൾ ഏകദേശം പുറത്തെത്താറായി തോന്നുന്നു കേട്ടോ. പിന്നെ ഞാൻ മറ്റേ ദിവസം കാണിച്ചെന്നില്ലല്ല. ഓക്കെ, 9-ാം ദിവസം ഇപ്പോൾ എത്ര 1 മണിയായിട്ടുണ്ട്. രാത്രി 1 മണി. ഓക്കെ, നമ്മളങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ലെവലപ്പ് ചെയ്യുക. വെള്ളം കുടിച്ചിട്ടില്ലല്ലേ? ഞാൻ എന്തായാലും വെള്ളം കുടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ലെവലപ്പ് ചെയ്യാം. എന്തൊക്കെ ലെവലപ്പ് ചെയ്യണം? 2 ലെവൽ ഇട്ടിട്ടുണ്ട്. നമുക്കെന്തായാലും സ്റ്റാമിന കൂട്ടാം, പിന്നെ എന്ത് കൂട്ടാം, വെയിറ്റും കൂട്ടാം. ഓക്കെ, ലെവൽ അങ്ങനെ 32 ആയിട്ടുണ്ട്. നമുക്കെന്തായാലും ഒരു ചെറിയൊരു ഫൗണ്ടേഷൻ ഇവിടെ പണിയാം. നമ്മുടെ താച്ച് ഫൗണ്ടേഷൻ തന്നെ പണിയാം. കുറച്ച് താച്ച്, വുഡ്, ഫൈബർ, ഇത്ര ഐറ്റംസ് മതി. ലെറ്റ്സ് ഗോ. ഞാനിപ്പോൾ അതെന്തായാലും കുറച്ചധികം പണിയട്ടെ കേട്ടോ. ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ ഫൗണ്ടേഷൻ ഫുള്ള് പണിതിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു ഡോർ ഫ്രെയിമും പിന്നെ കുറച്ച് മതിലും പണിത് തരാൻ നമ്മുടെ പരിപാടീസ് അങ്ങനെ തീരും. പിന്നെ നമുക്ക് വീണ്ടും ഒരു ലെവലപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് വെയിറ്റിനെ കൂട്ടാം. കാരണം ഇപ്പോൾ വെയിറ്റ് ഭയങ്കര കുറവാണ്. കണ്ടില്ലേ, വെയിറ്റ് ഇപ്പോൾ ഫുള്ളായിട്ടാണ് നിൽക്കുന്നത്. എത്ര കിലോ ഫുള്ളായി? നമ്മുടെ ഇപ്പോൾ 175 കിലോ ഇപ്പോൾ ഫുള്ളായി. അപ്പോൾ ഞാൻ എന്തായാലും ബാക്കി പരിപാടീസ് കൂടെ ചെയ്യട്ടെ. ഇപ്പോൾ ഫൗണ്ടേഷൻ ഫുള്ള് പണിത് കഴിഞ്ഞ് ഇനി നമ്മുടെ ഡോർ ഫ്രെയിമും ഡോറിൻ്റെയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ കാര്യങ്ങൾ മൊത്തം തീരും. അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് ഫുള്ള് നമ്മുടെ ഉള്ള സാധനങ്ങൾ മൊത്തം ഒന്ന് പണിത് വെക്കട്ടെ. ഞാനിപ്പോൾ എന്തായാലും ഇനി മതിലിൻ്റെ പണി കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി പറയാം. ഓക്കെ, അപ്പോൾ ഇതൊന്ന് വേഗം പണി തീർക്കട്ടെ. നമ്മുടെ വെയിറ്റ് ഇപ്പോൾ ഓൾറെഡി ഭയങ്കര ഫുള്ളാണ്. ഇപ്പോൾ വെയിറ്റ് കുറച്ച് കുറക്കണമെങ്കിൽ നമ്മൾ മറ്റേ സ്റ്റോറേജ് ബോക്സൊക്കെ പണിയണം. ഗൈസ്, അപ്പോൾ ഏകദേശം നമ്മുടെ പണികൾ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ എന്തായാലും ഒരു ലെവലപ്പ് വന്നിട്ടുണ്ട്. നമുക്ക് ആ പണി ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു ലെവലപ്പ് കൂടെ കിട്ടി. ഇപ്രാവശ്യം ഞാൻ വെയിറ്റ് തന്നെയാണ് കൂട്ടാൻ പോകുന്നത്. അപ്പോൾ വീടിൻ്റെ അകത്ത് ഇതാണ് നമ്മുടെ വീടല്ല, ചെറിയൊരു ബേസ് പോലെ. ഓക്കെ, വീട് തന്നെ പറയാം. അപ്പോൾ ഇതാണ് നമ്മുടെ ചെറിയൊരു വീട് വരുന്നത്. ഞാൻ ജസ്റ്റ് മതിൽ മാത്രം പണിതിട്ടുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ഉള്ളിൽ കയറാം. ഉള്ളിൽ കയറുമ്പോൾ ഇതെന്താ? ഓക്കെ, നമ്മുടെ ട്രൈക്കിനും ഒരു ലെവലപ്പ് വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും അതും കൂടെ ചെയ്തേക്കാം. ട്രൈക്കിന് ഞാൻ വെയിറ്റ് കൂട്ടാൻ പോകുന്ന കാരണം നമുക്കിനി ട്രൈക്കിന് വെച്ച് കുറച്ച് പരിപാടീസൊക്കെ ഉണ്ട്. ട്രൈക്കിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ട്രൈക്കിന് വെയിറ്റ് കൂട്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്കൊരു 3 സ്റ്റോറേജ് ബോക്സ് ആണ്. അപ്പോൾ ഒരെണ്ണത്തിനകത്ത് നമ്മുടെ റിസോഴ്സ്, പിന്നെ ഒരെണ്ണത്തിനകത്ത് നമ്മുടെ ആരോ എല്ലാം ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരെണ്ണത്തിനകത്ത് നമ്മുടെ മീറ്റ് സ്പോയിലാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ബെഡ്, പിന്നെ ഒരു 5 നമ്മുടെ റിഫൈനിങ് ഫോർജ്, പിന്നെ ഒരു സ്മിത്തി, പിന്നെ ഒരു 3 മോട്ടർ ആംബേസിൽ, ഇത്രയും സാധനങ്ങളാണ് നമ്മൾ വെച്ചേക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് വേറൊരു സാധനം പണിയാനുണ്ട്. നമ്മുടെ മെറ്റൽ സിക്കിൾ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അത് ലെവൽ 30 എന്താണ്ടോ അൺലോക്ക് ആണെന്നേ തോന്നുന്നു. നോക്കട്ടെ കേട്ടോ. ഗൈസ്, ലെവൽ 25 നമ്മുടെ ക്രോസ് ബോ അൺലോക്ക് ആവലുണ്ട്. പക്ഷേ അത് ഞാൻ എന്തായാലും എടുക്കുന്നില്ല. കാരണം നമുക്ക് അതിൻ്റെ അസൻഡൻ്റ് ബ്ലൂ പ്രിൻ്റ് കിട്ടും. അപ്പോൾ പിന്നെ നമുക്ക് അസൻഡൻ്റ് സാധനം തന്നെ എടുക്കാം. ഓക്കെ, ലെവൽ 30 നമ്മുടെ മെറ്റൽ സിക്കിൾ അൺലോക്ക് ആവും. ഇത് പണിയാൻ എത്ര മെറ്റൽ വേണം നോക്കട്ടെ കേട്ടോ. ഇത് പണിയാൻ 18 മെറ്റലും കൂട്ട് വേണം. അപ്പോൾ നമുക്ക് ആദ്യം നേരെ ഞാൻ പറഞ്ഞ സ്ഥലത്തോട്ട് പോവാം. മലമുകളിൽ പോകണം. അപ്പോൾ ഒരു മിനിറ്റ്, നമുക്ക് ട്രൈക്കിന് മേത്ത് പോവാം. കാരണം അവിടെ കുറച്ച് ഡേഞ്ചറാണ്. റാപ്റ്ററും കാര്യങ്ങളൊക്കെ അവിടെ ഉള്ളതാണ്. അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ ട്രൈക്കിന് മേത്ത് തന്നെ പോവാം. പിന്നെ ട്രൈക്ക് അത്യാവശ്യം വെയിറ്റ് ക്യാരി ചെയ്യാം. അപ്പോൾ നമുക്ക് ട്രൈക്കിന് ഇൻവെൻറ്ററിൽ നമുക്ക് ഈ മെറ്റലിട്ട് വരാം. അപ്പോൾ ഇവിടെ ഒരു പൊക്കത്തൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതെന്താ ബാക്കിൽ എന്തോ സാധനം പറന്നൊന്നില്ലേ? തോന്നിയതാക്കി ചിലപ്പോൾ. മുകളിൽ കണ്ടില്ലേ ഒരു റോക്ക് കണ്ടില്ലേ? അതാണ് നമ്മുടെ മെറ്റൽ റോക്ക്. തിളങ്ങുന്നുണ്ടാ? അതാണ് സാധനം. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് കുറച്ചധികം കളക്ട് ചെയ്ത് കൊണ്ടുതന്നെ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഒരു ബെഡ് പോലെ ഇട്ടിട്ട് ഒരു ബേസൊക്കെ പണിയാം. പക്ഷെ ഇവിടെ ഞാൻ പണിയുന്നില്ല. ഞാൻ എന്തായാലും നമ്മുടെ ബേസിലിട്ട് തന്നെ പണിയല്ല. അതായത് നമ്മുടെ മെറ്റൽ മൊത്തം ബേസിൽ കൊണ്ട് തന്നെ നമുക്ക് റെഡിയാക്കാം. ആദ്യം ഇത് മൊത്തം ഡ്രോപ്പ് ചെയ്ത് കളയട്ടെ. എന്നിട്ട് ഇവിടെ ആരുമില്ല ഡേഞ്ചറായിട്ട്. ഇതെന്താ? ഇത് മറ്റേ ഇഗ്വാനാഡോൺ അതല്ലേ? ലെവൽ 10 കേട്ടോ. നമുക്ക് നോക്കിയിട്ട് പിടിക്കാം എന്തായാലും. ഓക്കെ, ആദ്യം നമുക്ക് ഇതാണ് നമ്മുടെ മെറ്റൽ റോക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് മെറ്റൽ കുത്തിയെടുക്കുക. മെറ്റൽ നല്ല എൻ്റെ അമ്മോ ഗൈസ്, കുറച്ച് മെറ്റൽ കുത്തിയപ്പോൾ തന്നെ നമ്മുടെ വെയിറ്റ് മൊത്തം ഫുള്ളായി. 150 മെറ്റൽ എടുത്തപ്പോൾ തന്നെ വെയിറ്റ് മൊത്തത്തിൽ അങ്ങോട്ട് ഫുള്ളായിട്ടുണ്ട്. മെറ്റലിന് ഇതാണ് ഒരു പ്രശ്നം, ഭയങ്കര വെയിറ്റ് ആയിക്കോളൂ. നമുക്ക് കുറച്ചുകൂടെ 1,
2. ഓക്കെ, രണ്ട് പ്രാവശ്യം കുത്തി നമുക്ക് എന്തായാലും മെറ്റൽ കുറച്ചധികം കളക്ട് ചെയ്യാം. ഞാൻ പറയുന്നത് നമുക്ക് ഈ ഒരു ഭാഗത്ത് തന്നെ ബേസ് സെറ്റാക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് കേട്ടോ. അപ്പോൾ ഇവിടെ തന്നെ പെട്ടെന്ന് ഉരുക്കി കൊണ്ടുപോവാം. നമുക്ക് പിന്നെ ഇഗ്വാനോഡോൺ ഇവനെ പിടിച്ചാലാ? നമുക്ക് ഇവനെ പിടിക്കാം. നമുക്ക് ബേസിൽ പോയിട്ട് നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്ത് കൊണ്ടുവരാം. ഓക്കെ, വെയിറ്റ് അത്യാവശ്യം നമ്മുടെ ഫുള്ളായിട്ടുണ്ട് ട്രൈക്കിൻ്റെ. നമുക്ക് ബേസിൽ പോയിട്ടേ കുറച്ച് നമ്മുടെ ഇവിടെ നിന്ന് ഇതാക്കണ്ട. നമുക്ക് ബേസിൽ പോയിട്ട് കുറച്ചധികം നമ്മുടെ ട്രാങ്കാരസ് എടുത്തോണ്ടും വരാം. എന്നിട്ട് നമുക്ക് ഇവനെ ടൈമാക്കാൻ കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ബേസിലോട്ട് പോട്ടെ. ഈ ഇഗ്വാനോഡോൺ മറ്റേ ബോൾ വെച്ച് നോക്കിയാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. അങ്ങനെ പറ്റിക്കാൻ അത്ര നല്ലത്. അപ്പോൾ ഞാൻ എന്തായാലും ബോൾ വെച്ച് നോക്കാക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. അങ്ങനെയാണെങ്കിൽ സെറ്റായിരിക്കും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ട്രാപ്പൊക്കെ സെറ്റ് ചെയ്യേണ്ടി വരും. ട്രാപ്പ് സെറ്റ് ചെയ്യൽ കുറച്ച് ചടങ്ങുള്ള പരിപാടിയാണ്. ഓക്കെ, നമ്മളങ്ങനെ ബേസ് എത്തിയിട്ടുണ്ട്. ലെറ്റ്സ് ഗോ. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇവൻ്റെ നിന്ന് എല്ലാ സാധനങ്ങളും എടുക്കണം. പക്ഷെ എത്ര വെച്ച് കയറുമെന്ന് നോക്കട്ടെ. ഒരു 100 വെച്ച് എടുക്കുക, അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ പിന്നെ പണിയാണ്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തും കൂടെ കുറച്ച് നമ്മുടെ ലാഗാന്നല്ലേ ഫോണ്. ഇതിനകത്തും കൂടെ കുറച്ചുണ്ട് മെറ്റൽ. അപ്പോൾ നമുക്ക് ഇതും കൂടെ കുറച്ച് എടുത്തേക്കാം. ഇനിയിപ്പോൾ ഇതിനകത്ത് ഒരു 5 എണ്ണം ഇടാം അല്ലേ? ഒരു 5 എണ്ണം ഇതിനകത്ത് ഇട്ടേക്കാം. 5 എണ്ണമല്ലേ, കുറച്ച് പകുതി ഇതിനകത്ത് ഇട്ടേക്കാം. ബാക്കി പകുതി ഇങ്ങനെ ഒരു 5 എണ്ണമൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് മെറ്റലിംഗ് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ പകുതി മെറ്റലിംഗ് ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. നമ്മുടെ മെറ്റലിനകത്ത് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വുഡ് എടുക്കുക, എന്നിട്ട് ഈ മെറ്റൽ മൊത്തം ഉരുക്കണം. ഓക്കെ, നമ്മുടെ ഇപ്പോൾ കുറച്ചധികം വുഡ് ഉണ്ട് കേട്ടോ. അപ്പോൾ പകുതി ഇതിനകത്ത് ഇട്ട് കൊടുക്കണം. ഓരോ റിഫൈനിങ് ഫോർജിലോട്ട് ഇട്ട് കൊടുത്തിട്ട് കത്തിക്കുക. ഞാൻ ആദ്യം ഈ വുഡ് മൊത്തം ഇട്ട് കൊടുക്കട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് കത്തിക്കാം, അതാണ് നല്ലത്. നമുക്ക് ആ അപ്പുറത്തെ മൂലക്കേത് ഇങ്ങനെ കത്തിച്ചുകൊണ്ട് വരാം. ഓക്കെ, അങ്ങനെ അവസാനത്തെ വുഡ് ഞാൻ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓരോന്നായിട്ട് കത്തിക്കാം. 1 2 3 4 5. ലെറ്റ്സ് ഗോ. അങ്ങനെ 5 റിഫൈനിങ് ഫോർജും ഞാൻ അങ്ങനെ കത്തിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് ഓരോന്നും മെറ്റലിംഗോട്ടായിട്ട് വേണം നമ്മുടെ മെറ്റൽ സിക്കിൾ ഉണ്ടാക്കാനായിട്ട്, ഈ സാധനം ഉണ്ടാക്കാൻ. ആദ്യം നമുക്ക് ഹൈഡും വുഡും എടുത്ത് ഇതിനകത്ത് ഇട്ട് വെച്ചേക്കാം. അപ്പോൾ പിന്നെ മെറ്റലിംഗോട്ടാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അതെടുത്ത് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ കുറച്ച് ഹൈഡ് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ചധികം വുഡും എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കൊണ്ടുപോയിട്ട് നമ്മുടെ സ്മിത്തിയിലോട്ട് ഇട്ട് വെക്കുക. പിന്നെ നമുക്ക് രാവിലെ ആയിട്ട് നമ്മുടെ ഇഗ്വാനഡോണില്ല, അവനെയും കൂടെ അങ്ങോട്ട് പിടിച്ചേക്കാം. അത് നല്ലൊരു കാര്യമായിരിക്കും. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഓരോന്നും നമുക്ക് കളക്ട് ചെയ്യാം. 2. ഓക്കെ, ഇതിൽ നിന്ന് 3 എണ്ണം കിട്ടി. പിന്നെ ഇപ്പുറത്തേന്ന് ഇപ്പോൾ ഒരു 3 എണ്ണം കിട്ടും. ഇങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് കളക്ട് ചെയ്യാം. കണ്ടിട്ട് ഇപ്പോൾ പെട്ടെന്ന് നമുക്ക് മെറ്റലിംഗോട്ട് കിട്ടുന്നില്ലേ? ഇതേപോലെ കുറേണ്ണം വെച്ചാൽ അത്രയും നല്ലത്. പക്ഷേ നമ്മൾ കുറച്ചും കൂടെ ലെവലപ്പ് ആകുമ്പോഴേക്കും നമുക്ക് വലിയ ഒരു ഫോർജ് കിട്ടും. അപ്പോൾ അത് ഒരെണ്ണം വെച്ചാൽ മതി, പെട്ടെന്ന് നമുക്ക് മെറ്റലിംഗോട്ട് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ഞാനങ്ങനെ ഇനിയും വേണം. 18 എണ്ണം വേണം കേട്ടോ. 15 എണ്ണം ഇട്ടുണ്ട്. 16. അപ്പോൾ ഇതിൽ നിന്ന് ഒരെണ്ണം കിട്ടും. ഇപ്പം 17. ഒരെണ്ണം കൂടെ 18. ഓക്കെ, നമുക്ക് ആവശ്യമുള്ള മെറ്റലിംഗോട്ട് ഫുള്ളും അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതും കൂടി ഇട്ട് കൊടുക്കുക. ക്രാഫ്റ്റ് നമ്മളങ്ങനെ മെറ്റൽ സിക്കിൾ നമ്മളങ്ങനെ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാനപ്പോൾ ഒന്ന് കിടന്നുറങ്ങി എഴുന്നേക്കട്ടെ, കാരണം ഇപ്പോൾ എന്തായാലും രാത്രി ആയില്ലേ. എന്നിട്ട് രാവിലെ നമുക്ക് നമ്മുടെ മെറ്റൽ സിക്കിളിൻ്റെ പരിപാടി നടത്താം. പിന്നെ നമുക്ക് നമ്മുടെ ഇഗ്വാനഡോണിനെയും പിടിക്കണം. ഗൈസ്, അപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് ഭക്ഷണം കഴിച്ചു. പിന്നെ പോയിട്ട് കുറച്ച് വെള്ളം കൂടെ കുടിക്കട്ടെ. ഓക്കെ, ഞാൻ അങ്ങനെ കുറച്ച് വെള്ളം കൂടെ കുടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ മെറ്റൽ സിക്കിൾ എടുക്കുക. നമ്മുടെ മെറ്റൽ സിക്കിൾ അങ്ങനെ എടുത്തിട്ടുണ്ട്. ഹോട്ട് ബാൽ ഇട്ട് വെക്കട്ടെ. ഓക്കെ, ഞാൻ അങ്ങനെ ഹോട്ട് ബാൽ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇത് പണിയണം. എന്താണ്? നമ്മുടെ ബോല പണിയണം. ബോല പണിയാനായിട്ട് എന്തൊക്കെ വേണം? താച്ച്, സ്റ്റോണ്, ഫൈബർ, ഹൈഡ്. ഓക്കെ, അപ്പോൾ താച്ച്, സ്റ്റോണ്, ഫൈബർ, ഹൈഡ് ഞാൻ മൊത്തം എടുക്കട്ടെ. താച്ച് എടുത്തു, സ്റ്റോണില്ല, ഫൈബർ എടുത്തു, ഹൈഡ് എടുത്തു. പിന്നെ നമുക്ക് നമ്മുടെ ഇതെടുക്കണം, ട്രാങ്കാരസ് എടുക്കണം. ഇനി കുറച്ച് സ്റ്റോൺ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ പരിപാടീസ് അങ്ങനെ തീരും. അപ്പോൾ ഞാൻ കുറച്ച് സ്റ്റോൺ ഇവിടുന്ന് കളക്ട് ചെയ്യട്ടെ. 1 2 3. ഓക്കെ, നമ്മൾ ആവശ്യത്തിന് സ്റ്റോൺ നമ്മളങ്ങനെ കളക്ട് ചെയ്തിട്ടുണ്ട്. ഒരു 3 എണ്ണം ക്രാഫ്റ്റ് ചെയ്യാമല്ലേ? എപ്പോഴും 3 എണ്ണം ഞാൻ ക്രാഫ്റ്റ് ചെയ്യില്ല. അപ്പോൾ 3 എണ്ണം എന്തായാലും ഇരിക്കട്ടെ. പിന്നെ ഫുഡ് എടുത്ത് മാറ്റിയിട്ട് ഹോട്ട് ബാറിൽ ഇതിട്ട് വെക്കുക. നമ്മുടെ ബോളിട്ട് വെക്കുക. പിന്നെ നമ്മുടെ ട്രാങ്കാരസും എക്യുപ്പ് ചെയ്ത് വെക്കുക. ലെറ്റ്സ് ഗോ. അങ്ങനെ ഫുള്ള് പണിയും അങ്ങനെ തീർന്നിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ മെറ്റൽ സിക്കിളിൻ്റെ പരിപാടി ഞാൻ കാണിച്ചെന്നില്ല. മെറ്റൽ സിക്കിൾ എടുത്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ പുല്ലെടുത്ത് വന്നു കഴിഞ്ഞാൽ ഇനി പുല്ല് മാത്രം കിട്ടും, നമ്മുടെ ഫൈബർ മാത്രം കിട്ടുള്ളൂ. കണ്ടില്ലേ? കുറേ ഫൈബർ ഈ മെറ്റൽ സിക്കിൾ വെച്ചിട്ട് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. കണ്ടമാന ഫൈബർ കളക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എത്ര ഈ ഫൈബർ? 1317 അടുത്ത് ഫൈബറായി. ഗൈസ്, അപ്പോൾ നമുക്കിനി നേരെ നമ്മുടെ ഇഗ്വാനഡോൺ അതിൻ്റെ അടുത്തോട്ട് പോവാം. പിന്നെ ഇവിടെ റാപ്റ്ററുകളൊക്കെ സ്പോൺ ആവുന്നതാണ്. അപ്പോൾ ആ റാപ്റ്ററിനെ കിട്ടിയാൽ നമ്മൾ റാപ്റ്ററിനെയും പിടിക്കും. ലെവലൊന്നും നോക്കേണ്ട ആവശ്യമില്ലല്ലേ? ലെവൽ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്തായാലും ടൈം ആക്കാം. ലെവൽ പിന്നെ ഹൈ ലെവലിൽ എവിടെയെങ്കിലും സ്പോൺ ആകുമ്പോൾ നമുക്ക് നൈസായിട്ട് ഇംപ്ലാന്റ് എടുത്ത് വെച്ചിട്ട് ഓഫ്ലൈനിൽ നിന്ന് ടൈം ആക്കണം. അതാണ് ഏറ്റവും നല്ല വഴി. അപ്പോൾ ഞാൻ നമ്മൾ സ്ലീപ്പിംഗ് മെത്തേഡ് മണ്ടത്തരം കാണിച്ച് നമ്മൾ കിടന്ന് ഉറങ്ങണ്ടായിരുന്നു. നമുക്കല്ലെങ്കിൽ സ്ലീപ്പിംഗ് മെത്തേഡ് ടൈം ആക്കാമായിരുന്നു ആ ഇഗ്വാനഡോനെ.
ഗൈസ് അപ്പോൾ ഞാൻ ഇനി നമ്മുടെ ഇഗ്വാൻ അതാ പോകുന്ന ഗൈസ് ഇവിടെ 2 ഉണ്ട് കേട്ടോ. ഇവന്മാരെ അറ്റാക്ക് ചെയ്യാൻ പറ്റുമോ? ഗൈസ് ഇവിടെ 2 ഇഗ്വാനഡോൺ കണ്ടിട്ടുണ്ട്. ഇവന്മാർ തിരിച്ച് അറ്റാക്ക് ചെയ്യുന്ന എനിക്ക് ഒരു പിടിയില്ല കേട്ടോ. അറ്റാക്ക് ചെയ്യില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. നോക്കട്ടെ ഇത് എത്ര ലെവൽ? ഇത് ലെവൽ 10. ഇവൻ്റെ ലെവൽ എത്ര? ഇവൻ ലെവൽ 70. അപ്പോൾ നമുക്ക് ഈ 70 പിടിക്കാം. അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ഞാൻ എന്തായാലും ബോല കറക്കി ആദ്യം ഇവനൊന്ന് നോക്കാക്കട്ടെ. നോക്കാക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. നോക്കാം. ഓക്കെ ബോല കറക്കി എറിഞ്ഞിട്ടുണ്ട്. മറ്റേവൻ അറ്റാക്ക് ചെയ്യാൻ വരുന്നില്ല കേട്ടോ. അപ്പോൾ കുഴപ്പമില്ല. ഓക്കെ ഫസ്റ്റത്തെ ആൾ അങ്ങനെ നോക്കായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ആളങ്ങനെ പിടിക്കാം. ഇവനാണ് ലെവൽ 70 ഉള്ളത്. അപ്പോൾ ഇവനെ നമുക്ക് എന്തായാലും പിടിക്കാം. ഓക്കെ നമ്മളങ്ങനെ ബോല കറക്കി എറിഞ്ഞു. ഞാൻ എന്തായാലും FPP ആക്കി വെക്കട്ടെ. FPP ആക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. പെട്ടെന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റും. 1 2 ഓക്കെ 2 ഇതിനകത്ത് നമ്മുടെ ഇഗ്വാനഡോൺ അങ്ങനെ നോക്കായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് നമ്മുടെ മെജോബറീസ്. നമുക്കങ്ങനെ കുറച്ചധികം മെജോബറീസ് ഇട്ടിട്ടുണ്ട്. മെജോബറിയാണ് ഏറ്റവും നല്ലത്. പെട്ടെന്ന് ടൈമാക്കാൻ പറ്റും. ഇപ്പുറത്തുള്ളവൻ എവിടെ? അയ്യോ ഇവിടെ ആരും അറ്റാക്ക് ചെയ്യുന്നുണ്ടല്ലോ. ഇവനാ ഇല്ലല്ലേ? ഗൈസ് എന്ത് ലാഗാണത്? ഈ ഏരിയയിൽ കുറേ ഡൈനോസുള്ള ഏരിയ വരുമ്പോഴാണ് തോന്നുന്നുണ്ട് ഇങ്ങനെ ലാഗാവുന്ന. അപ്പോൾ ഇവനും ഞാൻ കുറച്ച് ഫുഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ടൈം ആവട്ടെ. അപ്പോൾ 4.8 വെച്ചിട്ടാണ് കയറുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചധികം നമ്മുടെ ഓക്കെ നമുക്കിപ്പോൾ എന്തായാലും ഒരു റാപ്റ്ററും കൂടെ കിട്ടിയിട്ടുണ്ട്. ഇവനെ കൂടെ അങ്ങോട്ട് പിടിച്ചേക്കാം. 1 ഓക്കെ അങ്ങനെ റാപ്റ്ററും അങ്ങനെ നോക്കായിട്ടുണ്ട്. ഇതിപ്പോൾ എല്ലാത്തിനും കിട്ടണേയുള്ള ഞാനങ്ങനെ റാപ്റ്ററും കുറച്ച് ഫുഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ റാപ്റ്റർ അങ്ങനെ അവിടെ കിടന്ന ടൈം ആവട്ടെ. ഇനി ഓരോരുത്തർക്കും ഫുഡ് വീണ്ടും നമ്മൾ ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ ഫുഡ് തീർന്നു കഴിഞ്ഞാൽ പണിയാണ്. പിന്നെ നമുക്ക് നാർക്കോബർ ഇട്ടിക്കാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. കാരണം നാർക്കോബർ ഇട്ട് കൊടുത്തതിനാൽ അവന്മാരെ ടോർപ്പർ കുറയുന്നത് നമുക്ക് രക്ഷിക്കാൻ പറ്റും. ഗൈസ് അപ്പോൾ ഞാൻ എന്തായാലും ഇവന്മാരൊന്ന് ഫുള്ള് ടൈം ആവട്ടെ. എന്നിട്ട് ഞാൻ വരാൻ കേട്ടോ. അത്യാവശ്യം നല്ല ടൈം എടുക്കും ടൈം ആവാനായിട്ട്. ഇവൻ പെട്ടെന്ന് ടൈം ആവും. നമ്മുടെ ഈ ലെവൽ 10 ഇല്ല, ഇത് പെട്ടെന്ന് ടൈം ആവുന്നുണ്ട്. കാരണം ലെവൽ 10 ആയതുകൊണ്ടാണ് തോന്നുന്നു. ഞാനപ്പോൾ എന്തായാലും ടൈം ചെയ്തിട്ട് വരാം. അത്യാവശ്യം നല്ല ടൈം എടുക്കും. 1.ഒക്കെ വെച്ചിട്ടാണ് കയറുന്നത് ഇതിൻ്റെ ആ ടൈമിങ് സംഭവം. റാപ്റ്ററും 5.6 വെച്ചിട്ടാണ് കയറുന്നത്. ഭയങ്കര സ്ലോ ആണ്. അപ്പോൾ അവിടെ കിടന്ന് ടൈം ആവട്ടെ. ഗൈസ് അപ്പോൾ നമ്മുടെ എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാത്തിനും ഞാൻ അങ്ങനെ ടൈം ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് പാസീവ് സ്റ്റോപ്പോൾ ഇഗ്വാനഡോണിനെ പിടിക്കാൻ പോയതാണ്. നമുക്കൊരു റാപ്റ്ററും കിട്ടി. അതെന്തായാലും നല്ലൊരു കാര്യമാണ്. അപ്പോൾ ഫസ്റ്റ് ഇനി നമുക്ക് നമ്മുടെ സാഡിൽ പണിയണം. അപ്പോൾ സാഡിൽ എത്രയിലാണ് അൺലോക്ക് ആണെന്ന് നോക്കട്ടെ കേട്ടോ. ഇഗ്വാനഡോൺ ഇതിൻ്റെ സാഡിൽ ഈ ലെവൽ 30 അൺലോക്ക് ആവല്. അപ്പോൾ എന്തൊക്കെ വേണം? ഹൈഡ്, ഫൈബർ, വുഡ് ഇത്രയും മതി. ഓക്കെ സിമ്പിൾ. ഞാൻ എന്തായാലും ഒന്നുകൂടെ സ്റ്റോപ്പോൾ എടുക്കട്ടെ. ഹൈഡ് വേണം, ഫൈബർ വേണം, പിന്നെന്താ വുഡാ? മറന്നുപോയി. ഇതെന്താ തന്നെ ഫോളോ ചെയ്ത് വരുന്ന? സ്റ്റോപ്പോൾ ഞാൻ ഫോളോളാണ് കൊടുത്തത്, മാറിപ്പോയി. അപ്പോൾ ഇനി നമുക്ക് ഇഗ്വാനഡോൺ സാഡിന് വേണ്ടിയുള്ള റിസോഴ്സുകൾ കളക്ട് ചെയ്യാം. ഹൈഡും ഗൈസ് ഇതിനകത്തൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ സാഡിൽ നമുക്ക് എന്തായാലും പിന്നെ പണിയാം. ഇനി വേറൊരു സാധനം എനിക്ക് പണിയാനുണ്ട്. ഞാൻ ഇവനൊന്ന് ബേസിൻ്റെ ഫ്രണ്ടിൽ ഒന്ന് മാറ്റട്ടെ. ഫോളോ. ഇനി സ്റ്റോപ്പോൾ. ഇനി നമുക്ക് ഒരു സാധനം പണിയാണ്ട്, നമ്മുടെ കുക്കിംഗ് പോട്ട്. അപ്പോൾ ഇത് പണിയാൻ എന്തൊക്കെ വേണം? സ്റ്റോണ്, താച്ച്, വുഡ്, ഫ്ലിൻറ്റി, ഇത്ര മതി. ഓക്കെ സ്റ്റോണൊക്കെ പെട്ടെന്ന് കിട്ടും നമുക്ക്. ലാഗ് ഇപ്പോൾ ഈയിടെയായിട്ട് ഭയങ്കര ലാഗാണ് കേട്ടോ. എന്താണെന്ന് എനിക്ക് അറിയാൻ പാടില്ല ഗൈസ്. അപ്പോൾ നമ്മുടെ കുക്കിംഗ് പോട്ട് അങ്ങനെ പണിത് കഴിഞ്ഞിട്ടുണ്ട്. ഞാനപ്പോൾ എന്തായാലും ഈ ഒരു മൂലക്കയിൽ ഇവിടെ ഒന്ന് വെക്കട്ടെ കേട്ടോ. നിൽക്കുന്നില്ല, നല്ലൊരു സ്ഥലം വേണം ഇത് വെക്കാനായിട്ട്. ഒരു മിനിറ്റ് ഞാൻ ഒന്ന് വെക്കട്ടെ എന്നിട്ട് വരാം. ഗൈസ് ഇഗ്വാനഡോൻ്റെ സ്കിന്ന് സാഡിൽ പണിയുള്ള അത്രയും ആയിട്ടുണ്ട്. ഞാനപ്പോൾ 2 സാഡിൽ പണിയാല്ലേ. ഞാനപ്പോൾ എന്തായാലും 2 സാഡിൽ ഇഗ്വാനഡോൻ്റെ 2 സാഡിലും കൂടെ അങ്ങനെ പണിതിട്ടുണ്ട്. എന്തായാലും അതും കൂടി ഇട്ട് കൊടുത്തേക്കാവന്മാർക്ക്. നമുക്ക് എന്താണ് ഇനി ടിൻഡോബറി വേണം. അത് നമുക്ക് നമ്മുടെ ഇവൻ്റെ നമ്മുടെ ആളെന്തേ? ഓക്കെ ഒരു ഇഗ്വാനഡോൺ ഇവിടെ ഉണ്ട്. മുട്ട ഇട്ടല്ലോ. മുട്ട നമുക്ക് എടുത്ത് വെക്കണം. അത് നമുക്ക് എന്തായാലും പിന്നെ എടുത്ത് വെക്കാം. കാരണം ഫ്രിഡ്ജ് വേണം മുട്ട വെക്കണമെങ്കിൽ. ഓക്കെ നമ്മുടെ സാഡിൽ ഇട്ട് കൊടുത്തു, എക്യുപ്പ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ലെവൽ 103 ഇവനും നമ്മളങ്ങനെ സാഡിൽ ഇട്ട് കൊടുത്തു, എക്യുപ്പ് ചെയ്തു. ഇവന്മാർ ഇനി ഒന്ന് ഇങ്ങോട്ടേക്ക് മാറ്റട്ടെ. ഒരു സ്ഥലത്ത് നല്ല സ്പീഡ് കേട്ടു ഈ സാധനത്തിന്. ഇഗ്വാനഡോണ ഇവൻ്റെയൊക്കെ റൈഡ് നമുക്ക് പിന്നീട് ചെയ്യാം. കാരണം നെക്സ്റ്റ് എപ്പിസോഡ് ചെയ്യാം. ഇപ്പോഴത്തെ എപ്പിസോഡ് അത്യാവശ്യം ലെങ്ത് ആയെന്നാണ് എനിക്ക് തോന്നുന്നത്. എഡിറ്റ് ചെയ്ത് വരുമ്പോൾ എന്തോരം വരുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ ഇവനെ ഞാനിവിടെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ടിൻഡോബറി വേണം. അപ്പോൾ ടിൻഡോബറി ഇതിനകത്തില്ല. ഇവൻ്റെ കയ്യിലുണ്ടോ? ഓക്കെ ഇവൻ്റെ കയ്യിൽ കുറച്ച് ടിൻഡോബറി ഉണ്ട്. പക്ഷേ നമുക്കിനി വേണം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ചധികം ടിൻഡോബറീസ് കളക്ട് ചെയ്യാം. നമുക്ക് നമ്മുടെ ഇഗ്വാനഡോൺ വെച്ച് തന്നെ കളക്ട് ചെയ്യാം. ഇഗ്വാനഡോൺ 2 കാലിൽ നിൽക്കുന്ന 4 കാലോടും 2 കാലോടും കേട്ടോ. ഇതിപ്പോൾ 2 കാലില്ല, ഇത് 4 കാലിൽ.
കൊള്ളാം. റൈറ്റ് മൾട്ടി ടാബ് ഞെക്കുമ്പോഴേക്കും ദാ ഇങ്ങനെ പൊങ്ങുന്നുണ്ട്. വേറെ അറ്റാക്കൊന്നുമില്ലല്ലോ. സെക്കൻഡ് അറ്റാക്കായിട്ട് വേറെ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഇവനെ വെച്ചിട്ട് ഇഗ്വാനഡോൺ നല്ല രീതിക്ക് കളക്ട് ആക്കുന്നുണ്ട്. നമ്മുടെ ബെറീസൊക്കെ സൂപ്പറായിട്ട് കളക്ട് ആക്കുന്നുണ്ട്. കൊള്ളാം. വുഡ് കളക്ട് ആക്കുമോ നോക്കട്ടെ. അങ്ങനെയാണ് പിന്നെ നമുക്ക് വുഡ് കളക്ട് ചെയ്യാൻ വേറെ ഡൈനോനെ വേണ്ടല്ലോ. വുഡ് എന്തോരം കളക്ട് ആക്കും? താച്ചാണ് കേട്ടോ ആൾ കൂടുതലും കളക്ട് ആക്കുന്ന. കൊള്ളാം. എന്തായാലും അത്യാവശ്യം നല്ല അടിപൊളിയാണ്. ചാടും കേട്ടോ. അമ്പാ, അത് ഞാൻ എപ്പോഴാണ് ശ്രദ്ധിച്ചത്. വെള്ളത്തിൽ എങ്ങനെ സ്പീഡ്? ഞാൻ എല്ലാ ഡൈനോസിനെയും വെള്ളത്തിലും കരയിലും എല്ലാത്തിലും സ്പീഡ് നോക്കും. കാരണം ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു ഡൈനോ അറ്റാക്ക് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ വെള്ളത്തിൽ തീരെ കുറവാണ്. ഇപ്പോൾ കരയിൽ ഏതെങ്കിലും ഒരു ഡൈനോ അറ്റാക്ക് ചെയ്യാൻ വന്നാൽ നമുക്ക് വേഗം വെള്ളത്തിൽ ചാടി പോവാലോ. അപ്പോൾ അതാണ് എൻ്റെ ബുദ്ധി. ഗൈസ്, അപ്പോൾ നമുക്ക് അത്യാവശ്യം നമ്മുടെ ടിൻഡോബെറീസും കിട്ടിയിട്ടുണ്ട്. ടാപ്പ് ടു സീഡ് ഫ്രൂട്ട്. അതെന്താ സംഭവം? ടാപ്പ് എന്തോ ചെയ്യുന്നുണ്ടാവൻ, എന്തോ സാധനമാണ്, അതെനിക്കറിയില്ല. ഇതെന്താ ഇത്? ടിൻഡോബർ. അയ്യോ ഗൈസ്, നമുക്ക് ബെറീസ് അങ്ങനെ ഇതാക്കാൻ പറ്റുമല്ലേ? അമ്പോ, ഇത് കൊള്ളാല. നമ്മൾ ബെറീസ് ഞാൻ അത് കാണിച്ചു തരാം. ഒരു മിനിറ്റ്. ഇത് ഫുള്ള് ഞാൻ ഡ്രോപ്പുകൾ കൊടുക്കട്ടെ. ഡ്രോപ്പുകൾ ഐറ്റംസ് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ചധികം ബെറീസ് കളക്ട് ചെയ്യണം. ഞാൻ എപ്പോഴാണ് കണ്ടത്, കുറേ എബിലിറ്റീസൊക്കെ ഉണ്ട് ഓരോ ഡൈനോസിനും. ഓക്കെ, ഇപ്പോൾ നമ്മൾ കുറച്ചധികം ബെറീസ് കളക്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ആ ടിൻഡോബർ എടുത്ത് മാറ്റട്ടെ. ടിൻഡോബർ എനിക്ക് ആവശ്യമുള്ള സാധനമാണ്. അതെടുത്ത് മാറ്റിയിട്ട് നമുക്ക് ചെയ്യാം, അതാണ് നല്ലത്. ഓക്കെ, ഞാൻ എൻ്റെ അടുത്ത് നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാഗിൽ നിന്ന് ടിൻഡോബർ എടുക്കണം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇത്രയും ബെറീസ് ഇല്ലേ? എന്താ ആ ഒരു ബെറി, നാർക്കോ ബെറി, പിന്നെ എന്താണ് മെജോ ബെറി, ഇത്രയും ബെറീസ് ഇല്ലേ? ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ ജസ്റ്റ് ടാപ്പ് ചെയ്യണം. ടാപ്പ് ടു സീഡ് ഫ്രൂട്ട്. ഇത് ജസ്റ്റ് എവിടെയെങ്കിലൊക്കെ ഒന്ന് ടാപ്പ് ചെയ്താൽ മതി. ഞാൻ ഒന്ന് ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അവൻ എന്തൊക്കെയോ കാണിച്ച്. ഇനിയിപ്പോൾ നമ്മൾ ഇവന് ഇൻവെൻറ്റർ എടുത്ത് നോക്കുമ്പോൾ എല്ലാം സീഡായിട്ടുണ്ട്. ഇതെന്തായാലും കൊള്ളാം കേട്ടോ. കലക്കൻ്റെ ഒരു സാധനമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇപ്പോഴേ ഈ സാധനത്തിനൊക്കെ ഇങ്ങനത്തെ ഒരു എബിലിറ്റീസ് ഒക്കെ ഉണ്ടെന്ന് കാണുന്ന ഇപ്പോഴാണ്. ഓക്കെ, നമുക്ക് നമ്മുടെ പരിപാടിയിലോട്ട് കിടക്കാം. ഇനി നമുക്ക് ഈ വെള്ളം ഇല്ല, വെള്ളം അങ്ങനെ തീർന്നിട്ടില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ ഇതെടുത്തില്ല, നാർക്കോട്ടിക്സ് എടുത്തില്ല. നാർക്കോട്ടിക്സും വേണം നമുക്ക്, എന്നിട്ടാണ് ഈ സാധനം പണിയേണ്ടത്. പിന്നെ കുറച്ചധികം വുഡ് കൂടെ വേണം. വുഡ് എടുത്തിട്ട് കത്തിക്കണം. വുഡ് ഇല്ലേ? വുഡ് നമ്മുടെ ഇതിനകത്തുണ്ട് കേട്ടോ. 8 ഫ്യൂൽ ഉണ്ട്. നമുക്ക് എന്തായാലും അത് തന്നെ മതി ധാരാളം. ഇവരുടെ നിന്നും കുറച്ച് വുഡ് എടുക്കട്ടെ ഗൈസ്. അപ്പോൾ നമ്മുടെ എല്ലാ പണിയും അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ടിൻഡോബർ ഇട്ടെടുക്കുക, പിന്നെ നമ്മുടെ നാർക്കോബർ ഇട്ടെടുക്കുക, പിന്നെ വെള്ളം ഇട്ടെടുക്കുക, പിന്നെ കുറച്ച് വുഡ് ഇട്ടെടുക്കുക. ഇനി നമ്മൾ കത്തിക്കണം. ഇനി 30 സെക്കൻഡ് കഴിയുമ്പോഴേക്കും നമുക്കൊരു സാധനം കിട്ടും. ഞാൻ അത് കാണിച്ചു തരാം കേട്ടോ. 30 സെക്കൻഡ് ഒന്ന് കഴിയട്ടെ. ഓക്കെ, അങ്ങനെ 30 സെക്കൻഡിൻ്റെ അടുത്ത് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ ഉള്ളൊരു സാധനം വന്നിട്ടുണ്ടാവും. നമ്മുടെ ഇത് കണ്ടില്ലേ, മെഡിക്കൽ ബ്രൂ. ഈ സാധനം ഉണ്ടെങ്കിൽ കുറച്ചധികം നല്ലതാണ്. ഇതെന്തായാലും ബാക്കി മെഡിക്കൽ ബ്രൂ മൊത്തം ഇവിടെ കിടന്ന് ആവട്ടെ കേട്ടോ. പക്ഷെ നമ്മുടെ വെള്ളം തീർന്ന്. ഓരോ മെഡിക്കൽ ബ്രൂ ഉണ്ടാക്കണമെങ്കിൽ ഓരോ വാട്ടർ സ്കിൻ നമുക്ക് ആവശ്യമുണ്ട്. നമുക്ക് കുറച്ചധികം മെഡിക്കൽ ബ്രൂ ഒക്കെ ഉണ്ടാക്കി വെക്കണം. അപ്പോൾ ഞാൻ എന്തായാലും ആ ഒരു സാധനം കാണിച്ചാൽ വേണ്ടിയിട്ടാണ് വന്നത്. ഇതെന്തായാലും ഇത് ഒരെണ്ണം കൂടെ പണിത് തീരട്ടെ. എന്നിട്ട് നമുക്ക് എന്തായാലും തീ കെടുത്താം. അതാണ്, വെറുതെ വുഡ് അങ്ങനെ കത്തിച്ച് തീർക്കണ്ട. ഇപ്പോൾ ഒരെണ്ണം കൂടെ ഇപ്പം തന്നെ പണിത് തീരും. ഓക്കെ, നമ്മുടെ അടുത്ത സാധനവും വന്നിട്ടുണ്ട്. എന്താണ്? നമ്മുടെ മെഡിക്കൽ ബ്രൂ. ഇനി പുട്ട് ഫയർ. ഓക്കെ, ആ പരിപാടീസ് അങ്ങനെ തീർന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ മലമുകളിൽ പോകണം. മലമുകളിൽ പോയിട്ട് ഇപ്പോൾ എത്രാം ദിവസമായി? ഡേ 10 ആയിട്ടുണ്ട്. നമ്മൾ 9-ാം ദിവസവും വെളുപ്പിനായിരുന്നില്ലേ കണ്ടത്? 9 ദിവസം വെളുപ്പിനായിരുന്നു. ഇപ്പോൾ ഡേ 10 ആയിട്ടുണ്ട്. നമുക്കപ്പോൾ എന്തായാലും ഈ എപ്പിസോഡ് പിടിച്ച് നിർത്തിയാലോ. നെക്സ്റ്റ് എപ്പിസോഡ് നമുക്ക് മറ്റേ മലമുകളിൽ പോയിട്ട് ഒരു ബേസ് സെറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ ഇപ്രാവശ്യം 2 ഡൈനോസിനെയൊക്കെ ടൈം ആക്കിയിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് എപ്പിസോഡ് നമുക്ക് റാപ്റ്ററിൻ്റെ ആ ഒരു ഇതും കൂടെ നോക്കണം കേട്ടോ ഗൈസ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഞാൻ എന്തായാലും ഇവിടെ ചേർത്തണം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൽ തന്നെ ലൈക്ക് അടിക്കാവുന്ന മറക്കരുത്. അപ്പോൾ ഇന്ന് നമ്മൾ 2 ഇഗ്വാനഡോണിനെ പിന്നെ റാപ്റ്ററിനെ കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് ഒരു പാരസോർ സ്പോൺ ആക്കണം നോക്കിയേ. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡിൽ കാണുന്നവരെ ബൈ ബൈ.